ഹായ് ഓൾ, ഇന്ന് നമ്മളൊരു ക്ലാസ് വീഡിയോ ആയിട്ടൊന്നല്ല വന്നിട്ടുള്ളത്. ഇന്ന് നമ്മളൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ ഇൻസ്റ്റയിൽ ഒരുപാട് കണ്ടിട്ടുണ്ടാവും ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള ഒന്നാണ് ബുക്ക് പൊതിയാനുള്ളത്. അപ്പം നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്കൂൾ തുറക്കുകയാണ്. അപ്പം അവർക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നാണിത്. അപ്പം ഞാനിത് മീഷോ എന്നാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നു 234 രൂപയാണെന്ന് തോന്നുന്നു ഞാൻ പർച്ചേസ് ചെയ്യുമ്പം. ഇപ്പോഴും ആ ഒരു റേറ്റ് തന്നെയാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ഞാൻ ഓൾറെഡി ഇത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൽ നമുക്ക് ഒരു പാക്കിൽ 30 പീസാണ് കിട്ടുന്നത്. അത് 10 പീസ് ഒരു സൈസിൽ, 10 പീസ് അതിൻ്റെ കുറച്ച് വലിയ സൈസ്, പിന്നെ 10 പീസ് വലിയ ടെക്സ്റ്റ് ബുക്കൊക്കെ പൊതിയാൻ പറ്റുന്ന വലിയ സൈസ്, അങ്ങനെയാണ് വരുന്നത്. ഇതാണ് ഏറ്റവും ചെറിയ സൈസിൽ വരുന്നത്. ഇത് നമുക്ക് ചെറിയ നോട്ട്ബുക്സ് ഒക്കെ പൊതിയാം. അതുപോലെ തന്നെ ഇത് മീഡിയം സൈസിൽ വരുന്നത്. ഇതിലും നമുക്ക് വലിയ നോട്ട്ബുക്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് പൊതിയാൻ പറ്റും. അതുപോലെ ഇതാണ് വലിയ സൈസിൽ വരുന്നത്. ഏറ്റവും ലാർജ് ആയിട്ടുള്ള സൈസിൽ വരുന്നത് ഈ ഒരു സൈസാണ്. ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ ടെക്സ്റ്റ് ബുക്കൊക്കെ പൊതിയുന്നത്. ഓക്കെ, അപ്പം ഇത് വാട്ടർ പ്രൂഫാണ്. അതുപോലെ തന്നെ നമുക്കിത് സ്റ്റിക്ക് ചെയ്ത് വെക്കാനും പറ്റും. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് ഇൻസ്റ്റയിലൊക്കെ ഇപ്പോൾ ഒരുപാട് റീലായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഞാനും ഇത് പർച്ചേസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് തൊല്ലൊന്ന് ബുക്ക് എങ്ങനെ പൊതിഞ്ഞെടുക്കുക എന്നുള്ളത് നോക്കാം അല്ലേ. അപ്പം ഇതിന് ഞാനൊന്ന് എടുക്കുന്നുണ്ട്. 30 ഷീറ്റാണ് കേട്ടോ ഇതിൽ വരുന്നത്. ഇത് 10 പീസ് വരുന്നുണ്ട് ഈ സൈസ്. അതുപോലെ ഈ സൈസ് 10 പീസ് വരുന്നുണ്ട്. ഈ സൈസും 10 പീസ് വരുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ കൂടെ നമുക്കൊരു നെയിം സ്ലിപ്പും കിട്ടുന്നുണ്ട്. ഞാനത് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന നെയിം സ്ലിപ്പ്. ഇതിൽ നിന്ന് ഒന്ന് എൻ്റെ മോൾ എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് നമുക്ക് സ്കൂളിലേക്കൊന്നും വലിയ യൂസ് ഉണ്ടാവില്ല. കാരണം ഇതിൽ ചൈനീസിലാണ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് വേറെ കസ്റ്റമൈസ്ഡ് ആയിട്ട് നെയിം സ്ലിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിത് അവർക്ക് കൊടുത്തതാണ്. അങ്ങനെ അവൾ ഈ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു നെയിം സ്ലിപ്പും അതുപോലെ തന്നെ 30 പീസ് ബുക്ക് പൊതിയാനുള്ളതുമാണ് നമുക്ക് ഈ ഒരു പാക്കിൽ കിട്ടുന്നത്. അപ്പം നമുക്ക് ബുക്ക് പൊതിയുന്നത് എങ്ങനെ നോക്കാം അല്ലേ. അപ്പം നമ്മൾ ഈ ഒരു സൈസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ചെറിയ നോട്ട്ബുക്സ് ഒക്കെ ഈസി ആയിട്ട് പൊതിഞ്ഞെടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ഈസി ആയിട്ട് തന്നെ പൊതിഞ്ഞെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ബെസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇത് ഓൾറെഡി കട്ട് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പണി കഴിയും. അല്ല നമ്മൾ റോളായിട്ടാണ് പൊതി വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ നമ്മളത് കട്ട് ചെയ്ത് പൊതിയാൻ വേണ്ടി നിൽക്കേണ്ടി വരും. ഇതിപ്പം ഇവർ തന്നെ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് റോൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഈ ഒരു സൈസിൽ നമുക്ക് ഈ ഒരു സൈസിൽ വരുന്ന ബുക്സൊക്കെ പൊതിഞ്ഞെടുക്കാൻ പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് സൈസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് മീഡിയം സൈസ് വരുന്നത്. ഈ ഒരു സൈസിൽ നമുക്ക് ഈ ഒരു ബുക്ക് അല്ലെങ്കിൽ ഇതിനേക്കാളും കുറച്ച് സൈസിൽ വന്നിട്ടുള്ള ബുക്കൊക്കെ നമുക്ക് പൊതിയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ഏറ്റവും വലിയ സൈസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും വലിയ സൈസ് വരുന്നത്. ഇതിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്സ് ഒക്കെ ഈസി ആയിട്ട് പൊതിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ടെക്സ്റ്റ് ബുക്ക് എങ്ങനെ നോക്കാം അല്ലേ. അപ്പം ഞാൻ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കാണ് എടുത്തിട്ടുള്ളത്. ഇതെങ്ങനെയാണ് പൊതിയുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് തന്നെ ഫസ്റ്റ് നമുക്ക് ഇതുപോലെ എടുക്കാം. ഓക്കെ, എന്നിട്ട് ഈ ഒരു സെൻറ്ററിൽ നമുക്ക് നമ്മുടെ ബുക്ക് വയ്ക്കാം. ഇതുവരെ കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്നുണ്ടെങ്കിലും നമുക്ക് വീണ്ടും ഇത് കട്ട് ചെയ്യേണ്ടി വരും എന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതുപോലെ പീൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ചുളിവൊന്നും വരാണ്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കൊരു കാർഡോ അല്ലെങ്കിൽ സ്കെയിലോ എന്തെങ്കിലും ഒന്ന് എടുക്കാം.
എന്നിട്ട് ഇവിടുന്ന് ഇതുപോലെ ഇങ്ങനെ വലിച്ച് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതാവുമ്പോൾ നമുക്ക് ചുളിവുകളൊന്നും വീഴാണ്ട് വളരെ നീറ്റായിട്ട് തന്നെ പൊതിഞ്ഞെടുക്കാൻ പറ്റും. വലിയ സ്കെയിലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതുപോലെ എന്താ പറയുക, കാർഡോ സ്കെയിലൊന്നും വെക്കാതെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഒന്നും കൂടി ഈസി ആയി തോന്നിയത് ഈ ഒരു മെത്തേഡാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത്. നമുക്ക് ചുളിവുകളൊന്നും അധികം വരില്ല ഇങ്ങനെ ചെയ്യുമ്പം. അധികം വരില്ല എന്നല്ല, ഒട്ടും ചുളിവുകൾ നമുക്ക് വരില്ല. നമ്മൾ ഇതുപോലെ കാർഡ് വെച്ചോ സ്കെയിൽ വെച്ചോ ചെയ്യാതെ ആകുമ്പം എനിക്ക് ചുളിവ് വരുമോ എന്നുള്ളൊരു ചെറിയ പേടി കാരണമാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. നമുക്കൊരു ബുക്ക് ഇതുപോലെ കാർഡോ സ്കെയിലോ ഒന്നും വെക്കാതെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ ഫിനിഷായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോർഷന് ഇതുപോലെ താഴേക്ക് മടക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഒരു കത്രിക ആവശ്യമാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് നമുക്ക് കട്ട് ചെയ്യണ്ട എന്നുള്ളത്. പക്ഷേ നമുക്ക് നമ്മുടെ ബുക്കിനനുസരിച്ച് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടി വരും. നമ്മുടെ ചില ടെക്സ്റ്റ് ബുക്കിന് ഓക്കെ ആവും, പക്ഷേ എൻ്റെ മോളുടെ ടെക്സ്റ്റ് ബുക്കിന് ഇത് ഓക്കെ അല്ല. അതുകൊണ്ട് ചെറിയ പോർഷന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്തു നിന്നും ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് താഴോട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു സൈഡും നമുക്ക് ചെറിയ കട്ടിങ് വേണമെങ്കിൽ കൊടുക്കാം, ഞാൻ കൊടുക്കുന്നില്ല. ഓക്കെ, ഇനി ഇത് ഇതുപോലെ നമുക്ക് ചെയ്യാം. ഓക്കെ, ഈ ഒരു സൈഡ് നമുക്ക് ഓക്കെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് മറ്റു സൈഡും ചെയ്തെടുക്കാം. ഓക്കെ, മറ്റേ സൈഡും ഞാൻ ഇതുപോലെ, മറ്റേ സൈഡ് നമുക്ക് നമ്മുടെ കാർഡോ സ്കെയിലോ ഒന്നും വെക്കാതെ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് നമ്മൾ കാർഡ് ഇല്ലാണ്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പം നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നിന്ന് പതുക്കെ ഇങ്ങനെ വലിച്ചു കൊടുക്കും. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് ചുളിവുകളൊന്നും വരുന്നില്ല. എനിക്ക് തോന്നുന്നു കാർഡ് കൊണ്ട് ചെയ്യുന്നതിനേക്കാൾ പെട്ടെന്ന് നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും.
നമുക്ക് ചുളിവുകളൊന്നും ഇല്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, ഓക്കെ. അപ്പം നമ്മൾ ബുക്ക് ഇവിടെ അടിപൊളിയായിട്ട് തന്നെ റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പൊതി കുഴപ്പമൊന്നുമില്ല, നമുക്ക് മക്കൾക്ക് ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് ഏതാണ് ബുക്ക് എന്നൊക്കെ ഉള്ളത് പെട്ടെന്ന് കാണാൻ പറ്റും, പെട്ടെന്ന് തന്നെ അവർക്ക് ബാഗിൽ നിന്ന് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വാട്ടർ പ്രൂഫാണ്, വെള്ളമൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കേടുവരില്ല. അതുപോലെ നമുക്ക് അത്ര പെട്ടെന്നൊന്നും ബുക്ക് കീറില്ല, അങ്ങനെയൊക്കെയുള്ള യൂസ് ഉണ്ട്. പിന്നെ എനിക്ക് തോന്നിയത് ഇതിൽ ഓൾറെഡി കട്ടിങ് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇവളുടെ ബുക്ക് പൊതിയാൻ വേണ്ടിയിട്ട് എനിക്ക് കട്ട് ചെയ്യേണ്ടി വന്നു. അത് ചിലപ്പം ചില ബുക്കുകളുടെ വ്യത്യാസമാവും. ഇതിനേക്കാൾ കുറച്ചുകൂടി വലിയ ബുക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്തായാലും അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ്. നമ്മുടെ സാധാ നമ്മൾ വാങ്ങുന്ന ആ ഒരു ബ്രൗൺ പേപ്പറിനേക്കാൾ അടിപൊളിയാണ് എന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ബുക്ക് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു.